എന്ത് പറയണം, ഏത് പറയണം, എങ്ങനെ പറയണം എന്നെനിക്കിപ്പം ഒരു ഐഡിയ ഇല്ലാതിരിക്കുകയാണ്. ഞാൻ തുടരും പടം കണ്ടിട്ട് ഇപ്പൊ വന്ന് കയറിയതാ, ഇപ്പൊ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആണ്. എടാ ഞാൻ ആദ്യം തന്നെ ഇനിയിപ്പോൾ എന്താണ് ഞാൻ വിളിച്ച് പറയാൻ പോകുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ സോറി ചോദിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ ഇനി ഈ ഒരു വീഡിയോ പോലും ബാക്കി കാണണമെന്ന് ഞാൻ പറയത്തില്ല. ഇത് ഓഫാക്കി വെച്ച് അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, നേരെ തിയേറ്ററിലേക്ക് വിടുക, പടം എക്സ്പീരിയൻസ് ചെയ്യുക. കിട്ടുന്നത് ഒരു അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. കൂടുതൽ നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ ഇനി കൂടുതൽ ഒന്നും കേൾക്കണ്ട. തരുൺമൂർത്തി എന്താണോ പറഞ്ഞത് അതും വെച്ചിട്ട് മനസ്സിൽ വെച്ചിട്ട് പോയി പടം കാണുക. എൻ്റെ മോനെ, ഞാൻ എന്ത് സാധനം കണ്ട്, എന്ത് എക്സ്പീരിയൻസ് ആണ് എനിക്ക് അവിടെ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആയിട്ട് വന്ന് ആർപ്പ് വിളിച്ച് അങ്ങനെ കണ്ട ഒരു എക്സ്ട്രീം സാറ്റിസ്ഫിക്കേഷൻ തന്ന ഒരു പടം. അതാണ് തുടരും. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. എനിക്ക് അതേ പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ബാക്കി നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ വിട്ടോ, തിയേറ്ററിലേക്ക് വിട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ പടം കണ്ടവരാണെങ്കിൽ ബാക്കി കേട്ടോ. തരുൺമൂർത്തി പടം, ഇതാണ് പടം, ഇതാണ് സിനിമ. ഒരു മോഹൻലാൽ ഫാൻ പടം എടുത്താൽ ഇങ്ങനെ ഇരിക്കും. ലാലേട്ട ശരിക്കും പറഞ്ഞ ചില സീൻസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം കണ്ണിന്ന് വെള്ളം വരുന്ന രീതിയിലാണ് ഞാൻ ആ പടം കണ്ടുകൊണ്ടിരുന്നത്. അതേപോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമ. എടാ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. ഞാൻ വായി തോന്നിയത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പൊളിപ്പടവിടെ തരുൺമൂർത്തി മേക്കിംഗ് അന്യായം. ജെക്സ് ബിജോയ് കത്തിക്കൽ എന്ന് പറയത്തില്ലേ, സംഭവം അത് തന്നെ. സാധനം കത്തിച്ച് അന്യായ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സംഭവങ്ങളും. മേക്കിംഗ് ഒരു രക്ഷയില്ല. കൂട്ടത്തിൽ ഒരു കിടിലൻ സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റ് ഒക്കെ വേറെ ലെവലടെ. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ബിൽഡ് ചെയ്യുന്നൊരു ടെൻഷൻ ഉണ്ട്. ആ ഒരു ടെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ സംഭവം എനിക്ക് എന്തോ പറയാൻ ശരിക്കും അറിയത്തില്ല കേട്ടോ. നിങ്ങൾ പോയി പടം കാണും. ശരിക്കും ഇതിൻ്റെ ഒരു റിവ്യൂ പറയാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് സാധനം. ആക്ടർ മോഹൻലാൽ ഈസ് ബാക്ക്. ശരിക്കും രോമാഞ്ചം. ലാലേട്ടൻ ഫാൻ ആയിട്ട് നിന്ന് ഈ അടുത്തെങ്ങും ആദ്യം മുതലേ ആർക്കും വിളിച്ച് നമ്മൾ പടം കണ്ട്, എംപുറാനൊക്കെ കണ്ട്. ഇവിടെ ഭയങ്കര സൈലൻസ് ആയിരുന്ന തിയേറ്ററിൽ നിന്ന് ഒരു പൂരപ്പുറമ്പാകുന്ന രീതിയിൽ തിയേറ്റർ മാറുന്ന നിമിഷങ്ങളാണ് ഈ ഒരു പടത്തിൽ തരുൺമൂർത്തി എന്ന സംവിധായകൻ ഒരുക്കി വച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലടെ. അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പടം എനിക്ക് നൽകിയത്. ഒരു കാര്യം ഉറപ്പ് തരാം, ഈ പടം കണ്ടിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും മലയാളത്തിന്റെ മോഹൻലാൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു അഭിമാനം തോന്നും. ഓക്കെ, മലയാളി ആയതിൽ അഭിമാനം തോന്നും. അത്തരത്തിൽ ഉള്ള പെർഫോമൻസും പടവും. ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു ലാലേട്ടൻ ക്യാരക്ടർ. ശരിക്കും പറഞ്ഞാൽ എംപുറാന് മുകളിലാണ് ഞാൻ എനിക്ക് ലാലേട്ടനെ ഭയങ്കര സാധാരണക്കാരനായിട്ട് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എംപുറാന് മുകളിലാണ് ഞാൻ തുടരും എന്ന സിനിമ കാത്തിരുന്നത്. ജാനുവരി 30 എംപുറാന് മുമ്പ് റിലീസ് ചെയ്യാനായിട്ട് ഇരുന്ന ഒരു പടമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം ഇപ്പോഴാണ്. എംപുറാന് മുമ്പ് ഈ പടം ഇറങ്ങിയിരുന്നെങ്കിൽ എംപുറാൻ എന്ന പടം വൺ ഡൗൺ ആയി പോയനെ. കാരണം ഈ ഒരു പടം ഇപ്പം എനിക്ക് തന്ന സാറ്റിസ്ഫിക്കേഷൻ വെച്ച് ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എംപുറാൻ ഒന്നും അല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് പേഴ്സണലി, എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി എംപുറാനിൽ കിട്ടിയ ആ ഒരു സാറ്റിസ്ഫിക്കേഷൻ ഒന്നും അല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഈ ഒരു പടം ആദ്യം കണ്ടിട്ട് ഞാൻ എംപുറാൻ കണ്ടിരുന്നെങ്കിൽ തലയിൽ കൈവച്ച് പോയാനെ. ആ ഒരു രീതിയിലുള്ളൊരു എനിക്ക് കിട്ടിയ ഒരു സംതൃപ്തിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഒരു രീതിയിൽ ഒരു വൻ സംഭവം കണ്ടൊരു ഫീല് തന്ന ഒരു സിനിമ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കോർ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ള കണ്ടന്റ് ആണ്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി, മോഹൻലാലിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, മോഹൻലാലിനെ ഉപയോഗിച്ചിരിക്കുന്ന രീതി, ഒരു രക്ഷയില്ല. ഒരു ഫാൻ ബോയ്ക്ക് അല്ലാതെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും വലിയൊരു ലാലേട്ടൻ ഫാനാണ് തരുൺമൂർത്തി എന്ന് ഈ ഒരു പടം കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. കിടില പൊളി. നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് ടിക്കറ്റ് എടുത്ത് വിട്ടോ, പോയി കണ്ടോ, എൻജോയ് ചെയ്യുക, അടിച്ച് പൊളിക്കുക. ഇനി ഇൻഡസ്ട്രി ഹിറ്റ് എത്ര കറക്ഷൻ വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഇനി എന്തൊക്കെ നേടാൻ പോകണമെന്ന് നമുക്ക് കണ്ടറിയണം. ആ ഒരു ലെവലിലുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്. ലാലേട്ടൻ മാത്രമല്ല കേട്ടോ, ഈ ഒരു പടത്തിനകത്ത് എല്ലാവരും കിഡിലനായിട്ടാണ് പെർഫോമൻസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നോർമലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടി കുറേ സർപ്രൈസ് കാസ്റ്റിംഗ് ഒക്കെ ഈ ഒരു പടത്തിനകത്തുണ്ട്. എല്ലാം നല്ല രീതിയിലാണ്, ഈ ഒരു പടത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് പ്ലേസ് ചെയ്ത് പോയിട്ടുള്ളത്. പിന്നെ ഒരുപാട് ലാലേട്ടൻ പടങ്ങളിലെയും മമ്മൂക്ക പടങ്ങളിലെയൊക്കെ റെഫറൻസുകൾ ഈ ഒരു സിനിമയ്ക്കകത്തോട് എല്ലാം നൈസായിട്ടാണ്. ഒന്നും ഒരു എന്താ പറയുന്നത്, എയ്റ്റ് കെട്ടി വച്ചിരിക്കുന്ന രീതിയിലൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നൈസ് പടം പറഞ്ഞു പോകുന്ന രീതിക്ക് ഈ ഒരു സാധനം പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ശരിക്കും തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം ഉണ്ട് ഈ ഒരു പടത്തിനകത്ത്.
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം കാണുന്നത് വരെ തരുൺ മൂർത്തി എന്ന ഡയറക്ടറിനെ ഞാൻ ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പുള്ളി ഞെട്ടിച്ചേട്ടാ. ഞെട്ടിച്ചെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച്. ഒരുപാട് സന്തോഷം. വലിയൊരു താങ്ക്സ് തരുൺ മൂർത്തിയോട്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് പടം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഓരോ സീൻസും എബോവ് ആവറേജ് ടു എക്സലന്റ് നിൽക്കുന്ന ഒരു സിനിമ. ഓവറോൾ ഔട്ട്പുട്ട് എക്സലന്റ്, കിടിലും ആ ഒരു രീതിയിൽ വന്നിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തുടരും കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. ശരിക്കും ഓരോ സീനും ഭയങ്കര അധികം ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ ഭയങ്കര അധികം ഒരു ഉള്ളിലും ഭയങ്കര സന്തോഷമൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. ചില സമയത്ത് ലാലേട്ടൻ കരയുവാണെങ്കിൽ പോലും ആ ഒരു എന്ന് പറയുന്ന ആ ഒരു പെർഫോമൻസ് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവത്തില്ല. ആ ഒരു സന്തോഷം കൊണ്ടൊക്കെ കണ്ണൊക്കെ നിറഞ്ഞാണ് ഞാൻ ഈ ഒരു പടം മൊത്തം ഇരുന്ന് കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം. തിയേറ്ററിലേക്ക് വിട്ടോ, നിങ്ങൾ ഒരു വലിയ ഓഡിയൻസ് ഉള്ള ഒരു കിടിലൻ സൗണ്ടൊക്കെ ഉള്ള ഒരു കിടിലൻ തിയേറ്റർ നോക്കിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പടം കാണാനായിട്ട് വിട്ടോ. പടം അതെൻ്റെ ഗ്യാരണ്ടി. പോയി കാണും. അത് തന്നെ പൊടി തുടരും. മലയാളത്തിന്റെ മോഹൻലാൽ തുടരും. ഏട്ടാ പിന്നെ ആർക്കൊക്കെ ഇവിടെ ലാലേട്ടനെ അഭിനയം പഠിപ്പിക്കാനായിട്ട് മുട്ടി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. വിളി അവന്മാരെയൊക്കെ ഇങ്ങോട്ട് എന്നിട്ട് തുടർന്ന് 2 ടിക്കറ്റ് എടുത്ത് ഓട്. മറ്റേ മമ്മൂക്കയുടെ മറ്റേ ഡയലോഗ് ഉണ്ടല്ലേ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണലേറ്റ് അയക്കല്ലേ. പോയി കാണും മക്കളെ തുടരും.